മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ 1ാം വാർഷികത്തിന് 2 ആഴ്ച മാത്രം ശേഷിക്കുമ്പോഴും ഇതുവരെ ഭൂമി പോലും കണ്ടെത്താൻ കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ല. പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷയർപ്പിച്ച് സർക്കാരിന്റെ ടൌൺഷിപ്പ് പദ്ധതി വേണ്ടെന്ന് വെച്ച കുടുംബങ്ങളാകട്ടെ കാത്തിരിപ്പിലും. ആ ദുരന്തത്തിന്റെ 1ാം വാർഷികമാകുമ്പോൾ സർക്കാർ നേതൃത്വത്തിലുള്ള ടൌൺഷിപ്പ് നിർമ്മാണം കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുരോഗമിക്കുന്നു. 100 വീടുകൾ നിർമ്മിക്കാനാവശ്യമായ 20 കോടി രൂപ നൽകി ഡിവൈഎഫ്ഐ സർക്കാരിനൊപ്പം നിന്നു. പ്രതിപക്ഷ പാർട്ടികളുടെയും സംഘടനകളുടെയും ഭവന നിർമ്മാണം എവിടെ വരെയായി എന്ന ചോദ്യം ഉയരാൻ തുടങ്ങിയത് അടുത്തിടെയാണ്. പണം വകമാറ്റിയെന്ന ആരോപണത്തെ തെളിവുകൾ നിരത്തി പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം രംഗത്തിറങ്ങിയെങ്കിലും പ്രഖ്യാപിച്ച പദ്ധതി എന്ന് യാഥാർത്ഥ്യമാക്കാനാകുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 100 വീടുകൾ പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതൃത്വത്തിനും പദ്ധതിയുടെ പുരോഗതിയെക്കുറിച്ച് കൃത്യമായ മറുപടിയില്ല. ഭൂമി കണ്ടെത്താൻ ഊർജിത ശ്രമങ്ങൾ നടത്തുന്നു. വൈകാതെ ഭൂമി വാങ്ങി തറക്കല്ലിടും. ഇതാണ് ഇക്കാര്യത്തിലുള്ള ഏക മറുപടി. കോൺഗ്രസ് ഈ ലക്ഷ്യത്തിനായി എത്ര തുക സമാഹരിച്ചെന്നതിലും വ്യക്തതയില്ല. സർക്കാരിന്റെ ടൌൺഷിപ്പ് വേണ്ടെന്ന് വെച്ച് സംഘടനകളുടെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമാകാൻ ദുരന്തബാധിതരെ പ്രേരിപ്പിച്ചത് 2 കാരണങ്ങളായിരുന്നു. 1, ടൌൺഷിപ്പ് വേണ്ടെന്ന് വെക്കുന്നത് വഴി സർക്കാരിൽ നിന്ന് കിട്ടുന്ന 15 ലക്ഷം രൂപ. 2, സർക്കാർ നിർമ്മിക്കുന്നതിനേക്കാൾ നല്ല വീടുകളായിരിക്കും സംഘടനകൾ നിർമ്മിക്കുന്നതെന്ന പ്രതീക്ഷ. ഈ പ്രതീക്ഷയോട് നീതി പുലർത്താനായോ എന്ന് പ്രഖ്യാപനങ്ങൾ നടത്തിയവർ പരിശോധിക്കേണ്ടതാണ്.